ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് പേ ചെയ്താലും അത് സെറ്റിലാകാനായിട്ട് കുറച്ച് ടൈം എടുക്കും, ഒരു 48 മണിക്കൂർ വരെയൊക്കെ എടുക്കും. സോ അത് സെറ്റിലാകും വരെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ബിൽ എമൗണ്ട് പേ ചെയ്ത ശേഷം അപ്പോൾ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു വരാം. കാരണം അത് സെറ്റിലാകാനായിട്ട് ടൈം എടുക്കും. അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ആകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡ്യൂ ഉണ്ടെന്ന് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ട്രാൻസാക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാലും അത് സെറ്റിലാകാനായിട്ടൊരു 24 മണിക്കൂർ ടു 48 മണിക്കൂർ എടുക്കും. ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിലായാൽ മാത്രമേ അത് അവരുടെ സിസ്റ്റത്തിൽ റിഫ്ലക്റ്റ് ആവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു 24 മണിക്കൂർ ടു 48 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല കാർഡ് ഇഷ്യൂവേഴ്സിൻ്റെയും മൊബൈൽ ആപ്പിൽ ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിലായോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. SBI കാർഡ്സിൻ്റെ ആപ്പിൽ അത് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ തന്നെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ടാകും, കസ്റ്റമർ കെയർ, അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ലോഷർ റിക്വസ്റ്റ് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വഴി റിക്വസ്റ്റ് കൊടുക്കാം. നമ്മുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നും കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡിയിലേക്ക് കാർഡ് ക്ലോസ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു കാർഡ് ഇഷ്യൂവറിന് നമ്മുടെ കാർഡ് മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ കാർഡ് മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നെറ്റ് ബാങ്കിങ് പോലുള്ള എന്തെങ്കിലും പോർട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്തും എന്തെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ SBI കാർഡ്സിൻ്റെ കാര്യമാണെങ്കിൽ SBI കാർഡ്സിൻ്റെ മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ മൊബൈൽ ആപ്പ് വഴി ക്ലോഷർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയറിൽ നിന്നൊരു കോൾ ബാക്ക് വരും. നമ്മൾ ഡേ ടൈമിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അപ്പോൾ തന്നെയൊക്കെ കോൾ വരും. ഇനിയിപ്പോൾ നമ്മൾ നൈറ്റാണ് റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും കോൾ വരുന്നത്. കോൾ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ റീസൺ പറയുക. അതിനുശേഷം അവർ മാക്സിമം ക്യാൻവാസ് ചെയ്യും ആ ഒരു കാർഡ് ക്ലോസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മളോട് പറയും. അത് എന്നിട്ട് നെക്സ്റ്റ് ആ ഒരു ആനുവൽ ചാർജ് എടുക്കുന്നത് വരെ കീപ്പ് ചെയ്യാനായിട്ടൊക്കെ ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആനുവൽ ചാർജ് ഇപ്പോൾ വേവ് ചെയ്ത് തരാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ആനുവൽ ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് വേവ് ചെയ്ത് തരും. ഇനി നിങ്ങൾ ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആനുവൽ ചാർജൊക്കെ വേവ് ചെയ്ത് തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ മാക്സിമം നമ്മളെ കൊണ്ട് കാർഡ് ക്ലോസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കും. നമ്മളുടെ കാർഡ് ക്ലോസ് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവർ ക്ലോഷർ റിക്വസ്റ്റ് എടുക്കും. മിക്ക സമയത്തും അപ്പോൾ തന്നെ ആ ഒരു കാർഡ് ക്ലോസ് ആകും. നമുക്കപ്പോൾ തന്നെ SMS ലഭിക്കും. രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലും വരും നമ്മുടെ കാർഡ് ക്ലോസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ NOC നമുക്ക് ഡിജിറ്റൽ NOC അപ്പോൾ തന്നെ നമുക്ക് ഇമെയിൽ ആയിട്ട് കിട്ടും. അതുകൂടാതെ NOCയുടെ ഫിസിക്കൽ കോപ്പി നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരികയും ചെയ്യും. ഡിജിറ്റൽ കോപ്പി തന്നെ നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവിലേക്കൊക്കെ മാറ്റി സൂക്ഷിച്ചാൽ മതിയാകും. പിന്നെ നിങ്ങളുടെ SBI കാർഡ്സിൻ്റെ ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാർഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് ആയിരിക്കും കാണുവാനായിട്ട് സാധിക്കുക. അതിനകത്ത് നിങ്ങൾ സർവീസ് റിക്വസ്റ്റ് സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്ത ഡേറ്റും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം. ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ NOC അയക്കാനുള്ളൊരു റിക്വസ്റ്റ് കൂടി അവർ എടുത്തിട്ടുണ്ടാകും. അതും നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണുവാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ SBI കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ SBI കാർഡ്സിനെ മൊബൈൽ ആപ്പ് വഴി തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് SBI കാർഡ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മൾട്ടിപ്പിൾ SBI കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാർഡിൻ്റെ മാനേജ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഏത് കാർഡാണ് ക്ലോസ് ചെയ്യേണ്ടത് ആ ഒരു സെക്ഷൻ എടുക്കുക. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് ക്ലോഷർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതിൽ ഫസ്റ്റ് ഏത് കാർഡാണോ ക്ലോസ് ചെയ്യേണ്ടത് ആ ഒരു കാർഡ് ഓപ്റ്റ് ചെയ്യാനായിട്ടാണ്. സോ ക്ലോസ് ചെയ്യേണ്ട കാർഡ് സെലക്ട് ചെയ്യുക. ആ ഒരു കാർഡിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് വെച്ചായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ക്ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാർഡിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് അതിന്റെ റീസൺ ചൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് വരും. ലോ ക്രെഡിറ്റ് ലിമിറ്റ്, ടു മെനി ക്രെഡിറ്റ് കാർഡ്സ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അതർ ഫീസ് ആൻഡ് ചാർജസ്, സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ്, ലോ കാർഡ് യൂസേജ്. സോ ഇതിൽ നിങ്ങളുടെ റീസൺ എന്താണോ ആ ഒരു റീസൺ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലോ കാർഡ് യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് പേ ചെയ്യാനായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന വീണ്ടും ഒരു കോൾ ബാക്ക് സെക്ഷനാണ്. അതിനകത്ത് നമുക്കൊരു കസ്റ്റമർ കെയർ കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ആ ഒരു ഡേറ്റും ടൈമൊക്കെ
വെച്ചുകൊണ്ട് ഒരു കസ്റ്റമർ കെയർ കോൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്താൽ കൂടി നമുക്ക് കോൾ എന്തായാലും വരും. നമ്മളെ കൊണ്ട് ഇത് ക്ലോസ് ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് ആ ഒരു കോൾ വന്നതിന് ശേഷമായിരിക്കും കാർഡ് ക്ലോസ് ആവുക. സോ കോൾ വരുന്ന സമയത്ത് അത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൊടുത്ത സർവീസ് റിക്വസ്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സർവീസസ് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ നമുക്ക് ട്രാക്ക് സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് കൊടുത്ത ഡേറ്റ്, അതുപോലെ തന്നെ സർവീസ് റിക്വസ്റ്റ് നമ്പർ, അതുപോലെ തന്നെ ആ ഒരു ടിക്കറ്റ് ടൈപ്പ്, പിന്നെ പ്ലാൻഡ് കംപ്ലീഷൻ ഡേറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിക്വസ്റ്റ് ഓപ്പൺ ആണെങ്കിൽ അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഇനിയിപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് അവർ പ്രോസസ്സ് ചെയ്തു, ഇപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു, കാർഡ് ക്ലോസ് ആയെങ്കിൽ ഇവിടെ റിക്വസ്റ്റും നമ്മുടെ സർവീസ് റിക്വസ്റ്റും ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഈ ഒരു സർവീസ് റിക്വസ്റ്റ് ടൈപ്പ് അക്കൗണ്ട് ക്ലോഷർ ആണ്. സോ ഇപ്പോൾ നിലവിൽ ആ ഒരു കാർഡ് ക്ലോസ് ആയി, സോ ക്ലോസ്ഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞ് വരും. അതേപോലെ തന്നെ NOCയും നമ്മൾ കാർഡ് ക്ലോസ് ചെയ്ത് കഴിയുവാൻ നേരത്ത് അവർ ഇഷ്യൂ ചെയ്യും. അതും നമുക്ക് മെയിൽ വന്നതിന് ശേഷം അതും ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് മാറും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്തു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി, ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് അക്കൗണ്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു ട്രാൻസാക്ഷൻ സെറ്റിൽ ആയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് അൺബിൽഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. സെറ്റിൽഡ് എന്ന് പറഞ്ഞ് കാണാം, അതുപോലെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ സെറ്റിലായി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ സെറ്റിലായി കഴിഞ്ഞാൽ ഇവിടെ അത് വരും. സെറ്റിൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലായിരിക്കും അത് കാണുന്നത്. ഇപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻ ഇൻ പ്രോഗ്രസ് ആണ്, 23-ാം തീയതി നടത്തിയ ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് മാറി സെറ്റിൽഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നാൽ മാത്രമേ നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ക്രെഡിറ്റ് കാർഡ് നമ്മൾ ബില്ല് പേ ചെയ്താലും സെയിം ആണ്. ബില്ല് പേ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനായിട്ട് ആ ഒരു എമൗണ്ട് വന്ന് കിടക്കും. അതും പ്രോഗ്രസ് ആയി അത് സെറ്റിൽഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി